നമസ്കാരം. മുഖവുരകളില്ലാതെ തുടങ്ങാം. ന്യൂസ് മലയാളത്തിന്റെ വാർത്താ സംവാദ പരിപാടിയാണ് ഫയർ. ചർച്ചയില്ലാത്ത ചാനൽ, വാർത്തയെ കേവല തർക്കമണ്ഡലങ്ങളിൽ കുടുക്കിയിടാത്ത ചാനൽ എന്നെല്ലാമാണ് ന്യൂസ് മലയാളത്തിന്റെ ഇന്നോളമുള്ള ഐഡന്റിറ്റി. വാർത്തയാണ് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും എന്ന കാഴ്ചപ്പാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് നമ്മൾ സംപ്രേഷണം തുടങ്ങി ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ന്യൂസ് മലയാളം 24/7 പ്രിയ പ്രേക്ഷകരുടെ ഒന്നാം തെരഞ്ഞെടുപ്പായി മാറി. പതിറ്റാണ്ടുകളായി മലയാളത്തിൽ നിലനിൽക്കുന്ന മുഴുവൻ സമയ വാർത്താ ചാനലുകളുടെ ഒന്നാം ലീഗിൽ തന്നെ ന്യൂസ് മലയാളം ഇടം പിടിച്ചതും പ്രൈം ടൈം വാർത്താ സംവാദ പരിപാടികൾ ഇല്ലാതെയാണ് എന്നുള്ളത് ഓർക്കണം. പിന്നെ എങ്ങനെ പൊടുന്നനെ ഒരു അന്തിച്ചർച്ച പൊട്ടി വീഴുന്നു എന്നാണ് ചോദ്യമെങ്കിൽ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സകല ഇടങ്ങളും സംവാദ വേദികളായി മാറുകയാണ്. ചായ്പുകളും ചായക്കടകളും മുതൽ സകല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഈ ചർച്ച സ്ട്രീം ചെയ്യുന്നതിന് താഴെയുള്ള ലൈവ് ചാറ്റുകളിൽ വരെ രാഷ്ട്രീയം തിളച്ചൊഴുകുന്ന സമയമാണിത്. സ്വാഭാവികമായും വാർത്ത തന്നെ സംവാദമാകുന്ന ഒരു കാലം. ന്യൂസ് മലയാളം താൽക്കാലികമായി ഒരു സംവാദവേദി തുറക്കുകയാണ്. ഇത് ശബ്ദമുയർത്തിയുള്ള വാക്കേറ്റങ്ങളുടെയും വ്യക്തിഹത്യകളുടെയും ഒന്നും വേദിയൊന്നുമല്ല. മറിച്ച് വാർത്തയിൽ നിന്ന് ചോദ്യങ്ങളിലേക്കും, ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരങ്ങളിലേക്കും, ഉത്തമ ബോധ്യങ്ങളിലേക്കും എന്ന സുതാര്യമായ വഴിയാണ് ഫയർ പിന്തുടരുന്നത്. ഫയറിൽ പതിവായി 3 അതിഥികൾ ഉണ്ടാവും. ഓരോ അതിഥിക്കും വിഷയത്തെ പ്രാഥമികമായി സമീപിക്കാൻ ആദ്യം 3 മിനിറ്റ് വീതം. ആ സമയം കഴിയുമ്പോൾ ഒരു ബസർ ശബ്ദിക്കും. ആ സമയത്തിനകം ആദ്യ റൗണ്ട് സംസാരം അവസാനിപ്പിക്കണമെന്നാണ് സങ്കല്പം. ഈ സമയം കർശനമായി സ്കെയിൽ ചെയ്ത് അളക്കേണ്ടതൊന്നുമില്ല. ചർച്ചയെ ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതൊരു ചട്ടക്കൂടും ഉപാധിയും ഒക്കെ ആയിട്ട് മാത്രം കണ്ടാൽ മതി. കാരണം ആർക്കും സമയം കിട്ടിയില്ല എന്നുള്ള പരാതി പരമാവധി ഉണ്ടാവരുത്. ബഹുമാന്യരായ അതിഥികൾ പരമാവധി ആ സമയത്തിനുള്ളിൽ വിഷയം അവതരിപ്പിച്ച് സഹകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശേഷം 3/4 മണിക്കൂർ നേരം ഈ സംവാദം തുടരും. പ്രേക്ഷകരുടെ അഭിപ്രായം വിവിധ സാമൂഹിക പ്ലാറ്റ്ഫോമുകളിൽ രേഖപ്പെടുത്തുന്ന വ്യൂവേഴ്സ് വോട്ടായി ഇടയ്ക്കിടെ സ്ക്രീനിൽ തെളിയുകയും ചെയ്യും. ഒരുപക്ഷെ ഒന്നിൽ കൂടുതൽ പാനലിസ്റ്റുകളുടെയോ അവതാരകനായ എന്റെ തന്നെയോ അഭിപ്രായം ഏതെങ്കിലും ഒരു പാനലിസ്റ്റിനെതിരായി വരുന്ന സന്ദർഭം ഉണ്ടായാൽ ആ പാനലിസ്റ്റിന് ആനുപാതികമായ അധിക സമയം ഒരുക്കുന്നത് ജനാധിപത്യപരമായ ഒരു പരിഗണനയായി ഫയർ സംവാദത്തിൽ ഉൾപ്പെടുത്തും. അത് ആ മട്ടിലായിരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാവും, പക്ഷേ ആ ഭിന്നത വ്യക്തികളിലേക്കല്ല, ആശയങ്ങളിലേക്കാകും. ഫയർ ആരെയും ഒന്നിനെയും പൊള്ളിക്കാനുള്ളതല്ല, വാർത്തയുടെ കാണാപ്പുറങ്ങളിൽ വെളിച്ചം കാണിക്കാനാണ്. ന്യൂസ് മലയാളം ഇതുവരെ കാത്തുസൂക്ഷിച്ച വിശ്വാസ്യതയും വാർത്തയോടുള്ള പ്രതിബദ്ധതയും വീണ്ടും ഉറപ്പിച്ച് നമ്മൾ തുടങ്ങുകയാണ്.